എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്ഷാലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്നത്തെ വീഡിയോ നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാനെക്കുറിച്ചാണ്. ഏറ്റവും ശോചനീയമായ അവസ്ഥയിൽ ഓരോ ദിവസവും ഓരോ ചാവാറുകളുമായി പാകിസ്ഥാൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പ്രധാന കാരണം അതും വിശദീകരിക്കാം. മുഹമ്മദ് ജിന്ന എന്നൊരു വലിയൊരു പ്രഗത്ഭൻ, വിദ്യാഭ്യാസമുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹം പാകിസ്ഥാൻ പ്രത്യേകമായി രൂപീകരിക്കാൻ വേണ്ടി മുസ്ലിങ്ങളുമായി ചേർന്ന് പാകിസ്ഥാന് രൂപം കൊടുത്തു. അദ്ദേഹം രാഷ്ട്രപിതാവായി മാറി. ഈ തുടക്കത്തിൽ തന്നെ അദ്ദേഹം ഒരുപാട് മോശമായ കാര്യങ്ങൾ ചെയ്തു വച്ചു. അവർ ആദ്യം ചെയ്തത്, അന്ന് ഈ വിഭജന സമയത്ത് പാകിസ്ഥാനിലുണ്ടായിരുന്ന ഹിന്ദുക്കളെയും സിഖുകാരെയും ബുദ്ധിസ്റ്റ്, ക്രിസ്ത്യൻസ്, ഇങ്ങനെയുള്ള എല്ലാ ആൾക്കാരെയും അവർ അവിടെ നിന്ന് തുരത്തി. അവർ ഒത്തിരി പേർ വധിക്കപ്പെട്ടു. വളരെ മോശമായ ഒരു സാഹചര്യം അവിടെ ഉണ്ടായി. അങ്ങനെ പലരും അവരുടെ സ്വത്തും ഒക്കെ വിട്ട് ഇന്ത്യയിലേക്ക് മടങ്ങി വന്നു. അതിൽ ഉള്ള പല നേതാക്കന്മാരും ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിപ്പുണ്ട്. ആ പീഡന കഥകളൊക്കെ അവരേറ്റു വാങ്ങിയിട്ട് ഇന്ത്യയിൽ വന്നവരാണ്. ഇന്നിപ്പോൾ എന്ത് സംഭവിച്ചു? അതായത് ഇന്ന് പാകിസ്ഥാൻ എന്നുള്ളൊരു മുസ്ലിം രാജ്യം ഓരോ രാജ്യത്തും പോയി തെണ്ടി കിട്ടുന്ന ഭാഗം എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് ജനങ്ങൾക്ക് വേണ്ടിയല്ല, അവർ അത് അവിടുത്തെ പട്ടാള മേധാവികൾക്കും മൗലികവാദികൾക്കും വീതിച്ചു കൊടുക്കുകയാണ്. അവസാനം ഈ പാകിസ്ഥാനിൽ ഏറ്റവും ഇത്ര അരാജകത്വം വരാൻ കാരണം, കുഞ്ഞു വയസ്സിൽ തന്നെ ഇവരെ മദ്രസയിൽ കൂട്ടിക്കൊണ്ടുപോയി ഇസ്ലാം എന്നുള്ള മതത്തിനെ കുറിച്ച് പഠിപ്പിക്കുകയും ഒരു ഇസ്ലാമിലുള്ള ഒരു വ്യക്തി അന്യമതസ്ഥരെ ആരെങ്കിലും വധിച്ചാൽ അവർക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റും. അങ്ങനെയുള്ളൊരു മൂഢമായ ഒരു 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 കാര്യമാണ് ഓരോ കുഞ്ഞു മനസ്സുകളിലും അവർ ഏൽപ്പിച്ചത്. അങ്ങനെയാണ് അവിടുന്ന് ഈ തീവ്രവാദത്തിന് രൂപം കൊടുത്തത്. അതിനുശേഷം ഇന്ത്യയിൽ നിന്ന് മാറിപ്പോയുമ്പോൾ അതൊരു മുസ്ലിം രാഷ്ട്രമാണ്, നമുക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണ്, അമുസ്ലിംസിനെ ഈ രാജ്യത്ത് പാടില്ല, അങ്ങനെ പല കാര്യങ്ങൾ അവിടെ നടത്തുകയും അവസാനം അവിടെ ജനാധിപത്യം നശിപ്പിക്കുകയും ചെയ്തു. ഈ ജനാധിപത്യത്തിൻ്റെ അവസാന ഒരു കണ്ണിയായിരുന്നു സുൽഫിക്കർ ഭൂട്ടോയും ആൾ മോശക്കാരനല്ലായിരുന്നു, വിദ്യാസമ്പന്നനായിരുന്നു. പക്ഷേ ജിന്നയുടെ അതേ പാത തുടർന്നു. അവസാനം ഇവർക്ക് കാശ്മീർ പാകിസ്ഥാൻ്റെതാണ് എന്നൊക്കെ പറഞ്ഞുള്ള ബഹളം അതെന്നും നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ കാശ്മീരിന് വേണ്ടി അവിടെ ഫൈറ്റ് ചെയ്യുന്നത് പാകിസ്ഥാൻ പട്ടാളമല്ല, മറിച്ച് ഇവർ വളർത്തിവിട്ട കുഞ്ഞുനാളിൽ ലെസൺ കൊടുത്ത് അവർ തീവ്രവാദികളായി മാറി. ഇപ്പോൾ തീവ്രവാദികൾ ഭരിക്കുന്ന ഒരു ലെവലിലായി. തീവ്രവാദികൾ ഇന്ത്യയിൽ കടന്നുകൂടി പല ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാക്കുന്നു. നമ്മുടെ ആൾക്കാരെ പലരെയും അവർ വധിക്കപ്പെട്ടു. പക്ഷെ നിവൃത്തിയില്ലാന്നപ്പോൾ നമുക്ക് സിന്ദൂർ എന്ന ഓപ്പറേഷൻ പോലെ ചെയ്യേണ്ടി വന്നു. അത് നമുക്ക് ചെയ്തേ പറ്റൂ. അത് നമ്മുടെ ആവശ്യമാണ്. നമ്മുടെ രാജ്യത്തെ കാത്തു സൂക്ഷിക്കണം നമ്മുടെ ആവശ്യമാണ്. എന്നാൽ മതത്തിൻ്റെ പേരും പറഞ്ഞ് അവർക്ക് ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടെന്നുള്ള പേരും പറഞ്ഞ് പലയിടത്തും പല ഗിമിക്സും കാണിച്ച് പല മുസ്ലിം രാജ്യങ്ങളുടെ സപ്പോർട്ട് കൊടുത്ത്. എന്നാൽ ഇന്നിപ്പോൾ ആ സപ്പോർട്ടുകളെല്ലാം കുറഞ്ഞു വരികയാണ്. ഇതിൽ നമുക്ക് ഇന്ത്യ ഒത്തിരി പാഠങ്ങൾ പഠിക്കാനുണ്ട്. ഒരിക്കലും ഒരു മതത്തെ മാത്രം ഏകോപിച്ച് മതത്തിന് മാത്രം പ്രാതിനിധ്യം കൊടുത്ത് അവരുടെ ഒരു അന്യമതസ്ഥരെ പീഡിപ്പിക്കുന്ന ഒരു സംവിധാനത്തിൽ കൂടി പാകിസ്ഥാൻ വളർന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് ഓരോ ദിവസം ചാവറുകളാൽ പാകിസ്ഥാനിലെ സ്വന്തം ജനത മരിക്കുന്നത്. നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഇത് നമ്മുടെ ഇന്ത്യയിൽ നമുക്കൊരു പാഠമായിരിക്കുന്നു. ഇന്ത്യയിൽ ഇങ്ങനെയുള്ള ചില ഇന്ത്യൻസ് ആയിട്ടുള്ളവർ തന്നെ
അതായത് ഹിന്ദു മതസ്ഥർ അല്ലാത്തവരെ പീഡിപ്പിക്കേണ്ട പല പരിപാടികളും ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പലയിടത്തും കാട്ടിക്കൂട്ടുന്നു. അതിന് മൗനമായി ചില സമ്മതങ്ങൾ ഇന്ന് നമ്മുടെ ഇന്ത്യൻ ഭരണപക്ഷം നിന്നുണ്ടാകുന്നു. അതിനെപ്പറ്റി അവർ യാതൊന്നും പ്രതികരിക്കില്ല. ഇതേ സംവിധാനം തന്നെയായിരുന്നു മുൻ നാളുകളിൽ പാകിസ്ഥാനിലുണ്ടായത്. ഇന്നത്തെ ഈ ലെവലിലെത്താൻ ഉള്ള സാഹചര്യമുണ്ടായതും ഈ ഒരു സംവിധാനം കൊണ്ടായിരുന്നു. ഒരു ഭരണാധിപൻ എന്ന് പറയുന്നത് ആ രാജ്യത്തുള്ള എല്ലാവർക്കും ഒരേ രീതിയിലുള്ള നീതിയും നടപ്പാക്കണം. മറ്റുള്ളത് ആ ഓരോ വ്യക്തികളുടെയും വിശ്വാസം കാത്തു സൂക്ഷിക്കേണ്ടത് ആ വ്യക്തികളാണ്. ഒരു മതത്തിൽ വിശ്വസിക്കുന്നവർ ഒരുപക്ഷെ അതിനേക്കാൾ മൂല്യങ്ങളുള്ള കാര്യങ്ങൾ എവിടെയെങ്കിലും അവർക്ക് മനസ്സിലാക്കാൻ ഒരുപക്ഷെ അവർ അങ്ങോട്ടേക്ക് ചായും. അതൊരു സ്വാഭാവികമാണ്. ഞാൻ കൂടുതലായി എനിക്ക് പറയാനുള്ളത്, നമുക്ക് എപ്പോഴും കണ്ടുപിടിക്കാനുള്ള ഒന്നാണ് പാകിസ്ഥാൻ. അവിടെ സമാധാനവും ശാന്തിയും എന്നുള്ളത് നിശേഷം നശിച്ചു കഴിഞ്ഞു. അവിടെ പാവം പിടിച്ച ജനങ്ങൾ അവർ കഷ്ടപ്പെടുകയാണ്, അവർ വധിക്കപ്പെടുന്നു. എന്തുകൊണ്ട്? അവർക്ക് വിദ്യാഭ്യാസമില്ല. വിദ്യാഭ്യാസം ഇല്ലാത്തതിൻ്റെ ഒരു കുറവാണ് ഇന്ന് പാകിസ്ഥാൻ ഇത്രയും നശിക്കാൻ കാരണം. നിങ്ങൾക്കറിയാം, ജിന്ന മുതൽ ഇപ്പോൾ അസീം മുനീർ വരെ ഉള്ളവരുടെ ഭരണ സംവിധാനം നമുക്കറിയാം. അവിടെ ആരും സ്വസ്ഥരല്ല. അവിടെ ഭരണത്തിൽ ആരെങ്കിലും വരണമെങ്കിൽ അവർ ആദ്യം കാശ്മീർ നമ്മുടെ ഭാഗമാണ്, നമ്മൾ പിടിച്ചിരിക്കും എന്നുള്ള പ്രകോപിപ്പിച്ച് പാവം പിടിച്ച പാകിസ്ഥാനികളെ മിസ്ഗൈഡ് ചെയ്ത് അവർ വോട്ട് വാങ്ങി ജയിക്കുന്നു. അവർ ജയിക്കുമ്പോൾ ആ ഭരണാധിപൻ്റെ കുടുംബങ്ങൾക്കും അവിടെ ഭരിക്കുന്ന പട്ടാളത്തിനും മാത്രമായുള്ള സൗകര്യങ്ങൾ ചെയ്യുന്നു. മറ്റുള്ളവർ പല രാജ്യങ്ങളിലും പലായനം ചെയ്തു പോകുന്നു. അത്ര ക്ലേശകരമായ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് പാകിസ്ഥാൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പട്ടിണിയും കൊടും ദാരിദ്ര്യവും. ഇപ്പോൾ തന്നെ നമുക്കറിയാം, പാകിസ്ഥാൻ കഷങ്ങളായി ഓരോ പ്രാവശ്യം അവർക്ക് സ്വാതന്ത്ര്യം വേണമെന്നുള്ള ഒരു വലിയൊരു സമരങ്ങളിലേക്ക് മാറിയിരിക്കുകയാണ്. അവർ തന്നെ ചാവേറുകളാകുന്നു. സ്വന്തം രാജ്യത്തുള്ള ജനങ്ങളെ പാകിസ്ഥാൻ എയർഫോഴ്സ് പാകിസ്ഥാൻ ബോംബർ ജെറ്റുകളും മറ്റും ഉപയോഗിച്ച് അവരെ കൊന്നൊടുക്കുന്നു. നിങ്ങൾക്കറിയാം, സമാധാനത്തിൻ്റെ ഒരു കണിക പോലും അവിടെയില്ല. ഇതിൻ്റെ എല്ലാം മൂല കാരണം വിദ്യാഭ്യാസത്തിൻ്റെ കുറവ്, മതഭ്രാന്തന്മാരുടെ അഴിഞ്ഞാട്ടം. ഇത് നമുക്കൊരു താക്കീതായിട്ട് തന്നെ നാം കാണണം. നമുക്കും അറിയാം, ചില ആൾക്കാർ ഇന്ത്യയിൽ കാട്ടിക്കൂട്ടുന്ന അക്രമങ്ങൾ ചെറുതൊന്നുമല്ല. അത്ര കണ്ടത് പ്രതികരിക്കുന്നില്ല. ബട്ട് ഇവരുടെ അക്രമങ്ങളുടെ വാസന ഇന്ത്യയിൽ തന്നെയും ഹിന്ദുത്വ മാത്രം പൊക്കിപ്പിടിച്ച് ഹിന്ദുത്വമാണ് ഞങ്ങളുടെ ഇതെന്നുള്ള ആ രീതിയിൽ ഉള്ള ചില ആൾക്കാർ കാട്ടിക്കൂട്ടുന്ന അക്രമങ്ങൾക്ക് ഭരണകേന്ദ്രങ്ങളിലിരിക്കുന്നവർ കണ്ണടയ്ക്കാറുമുണ്ട്. നിവൃത്തിയില്ലാതെ വരുമ്പോൾ പ്രതികരിക്കുന്നതല്ലാതെ മറ്റൊന്നും ഒരു ചേരില്ല. അവരും അതിനൊരു സപ്പോർട്ട് ചെയ്യുകയാണ്. അതായത് ഈ സംഘികളെന്ന് പറഞ്ഞൊരു കൂട്ടം, അവരെ ഗവൺമെൻറ് ഒന്ന് കാണുക, അവരെ നേരായ രീതിയിൽ നയിക്കുക, എല്ലാവർക്കും സമാധാനമായി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക. ഇത് ഇന്ത്യയാണ്. 140 കോടി ജനങ്ങൾ വസിക്കുന്ന ഒരു രാജ്യമാണ്. ഒത്തിരി സ്റ്റേറ്റുകളുണ്ട്. അതുകൊണ്ട് നമ്മുടെ സുരക്ഷിതത്വം നാം കാക്കണം. അതല്ലെങ്കിൽ ഇന്നത്തെ പാകിസ്ഥാൻ്റെ സ്ഥിതി നാളെ നമ്മുടെ ഇന്ത്യക്കും ഉണ്ടായിക്കൂടുന്നില്ല. നമ്മുടെ ഇവിടെ അങ്ങനൊന്നും ഉണ്ടായാൽ വളരെ ബുദ്ധിമുട്ടാണ് അതിന് കൺട്രോൾ ചെയ്യാൻ. അതുകൊണ്ട് എല്ലാ ഭരണാധിപന്മാരും ദയവ് ചെയ്ത് ധർമ്മത്തിനെ മാത്രം മുറുകെ പിടിക്കുക. ധർമ്മമാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ഇന്ത്യ ഈ മുന്നേറുന്നത് ധർമ്മത്തിലൂടെയാണ്. നാം ആരെയും ഹിംസിക്കാറില്ല. അതിൻ്റെ ആവശ്യം നമുക്കില്ല. നമ്മുടെ വളർച്ച, നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ വിദ്യാഭ്യാസമാണ്. നമുക്കറിയാം, ഇന്ത്യയുടെ ഏത് ഭാഗത്ത് എവിടെ വിദ്യാഭ്യാസത്തിൻ്റെ കുറവുണ്ടാകുന്നോ അവിടെ ചേരിപ്പോരും, അവിടെ അക്രമവും എല്ലാം ഉണ്ടാകുന്നുണ്ട്. കാരണം വിദ്യാഭ്യാസത്തിൻ്റെ കുറവ്. അതുകൊണ്ട്
ഭരണാധിപന്മാർ അവരുടെ ഭരണം നിലനിർത്താൻ വേണ്ടി മറ്റുള്ളവർക്ക് കിട്ടേണ്ട വിദ്യാഭ്യാസം കിട്ടാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക, അത് തെറ്റായ മാർഗമാണ്. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ വോട്ട് ബാങ്കുള്ള ഏത് സ്റ്റേറ്റ്സിലും അവിടെ വിദ്യാഭ്യാസത്തിൻ്റെ കുറവുണ്ട്. അതുകൊണ്ട് അവർ ശരിയും തെറ്റും അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ആ ഒരു പ്രവണത ഉണ്ടാകാൻ പാടില്ല. ദയവ് ചെയ്ത് പാകിസ്ഥാനിലുണ്ടാകുന്ന ആ ഗതികേട് നമ്മുടെ ഇന്ത്യയിൽ വരാതിരിക്കട്ടെ. നാം ശ്രദ്ധിക്കണം, ഓരോ പൗരനും ശ്രദ്ധിക്കണം. നമുക്ക് ആർക്കും ഇഷ്ടമുള്ള ദൈവത്തെ ഇഷ്ടമുള്ള ആരെയും എന്താണെന്ന് സാറ്റിസ്ഫൈഡ് ചെയ്തിട്ട്, മറിച്ച് നമ്മുടെ ഭരണത്തെയും നമ്മുടെ സംസ്കാരത്തെയും ഹനിക്കുന്ന ഒന്നും തന്നെ നാം ചെയ്യാൻ പാടുള്ളതല്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.